ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിലിടയ്ക്കൊരു വാർത്ത വായിച്ചതായിട്ട് ഓർക്കണം. ഇതിൻ്റെ ഹെഡിങ് മാത്രമാണ് ഞാൻ വായിച്ചത്. മൊസാദ് വ്യാജ പണ്ഡിതന്മാരെ നിർമ്മിക്കുന്നു, അതിനുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നൊരു വാർത്തയാണത്. വാർത്ത അതിൻ്റെ വിശദവിവരങ്ങൾ വായിച്ചില്ല. ഏതായിരുന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ സംശയിക്കണം, അത് ഏറെക്കുറെ ശരിയായിരിക്കുമോ എന്ന്. അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നല്ല, ആ പദ്ധതിയൊക്കെ കുറേ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഒരു വീഡിയോ കാണാം, നമുക്കത് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചിട്ട് അല്പം വിശദമായി തന്നെ പറയാം. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇല്ലാന്നായിരിക്കും പറയട്ടെ, ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. പോയർത്തോൾ സിനിമയിലെ മുഹമ്മദ് റാഫി ഇപ്പോൾ സ്വർഗത്തിലുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നു, അള്ളാന്റെ. കേട്ടല്ലോ, ഇദ്ദേഹം പ്രസംഗിക്കുന്ന കുറുവട്ടൂരികൾ വളരെ ആഘോഷത്തോടെ ആവേശത്തോടെ കൊണ്ടു നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഞാൻ നടന്ന ഒരു പ്രഭാഷണം നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറയുന്നത് നോക്കൂ, ഞാനത് കേട്ടപ്പോൾ ആദ്യം വിചാരിച്ച് എന്തോ ബാബറു ഹാജി എന്നോ മറ്റോ പറയുന്നത് എന്ന് വിചാരിച്ച്, മഹാനായ ബാബുരാജ് അത്ര. അപ്പോൾ അദ്ദേഹം പറയുന്നത് കല്ലായിൽ പോയപ്പോൾ അവിടെ ഈ പറയുന്ന ആള് വീണ വായിക്കുന്നു, ഹാർമോണിയം വായിക്കുന്നു, 2 മിനിറ്റ് എനിക്ക് തന്നു, ഞാനത് 15 മിനിറ്റ് കൊണ്ട് സ്വായത്തമാക്കി. 15 നാടകങ്ങൾക്ക് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, പിന്നെയോ 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ മാപ്പിള ജാതിയിൽ ജനിച്ച ആർക്കും അറിയാം എന്നല്ല, നമുക്കിടയിൽ ജീവിക്കുന്ന മറ്റുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന വറൂറിയായ ഒരു കാര്യമാണ് സിനിമയും നാടകവും. അങ്ങനെ കുറേ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് വർജ്യമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗം നിർമ്മിക്കപ്പെട്ടത്, അവർക്ക് വേണ്ടിയാണ് അത് തയ്യാർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഇപ്പോൾ ഇത് യോജിപ്പിക്കൽ? അല്ലേ, നമ്മൾ ചെറുപ്പം മുതലേ 2ാം ക്ലാസ്സിലെയോ അഖ്ലാഖോ മറ്റോ പഠിച്ചതാണ്. ഞാൻ ഓർക്കുന്നു, 2ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചൊരു സംഭവം ഓർക്കുകയാണ്. നാഫി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടുന്ന് ഒരു വീണവായന കേട്ടു. വീണവായന കേട്ടപ്പോൾ അദ്ദേഹം തൻ്റെ 2 ചെവിയിൽ ഇങ്ങനെ വിരൽ വെച്ച് കുറേ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് കൂടെയുള്ള ആളോട് ചോദിച്ചു. ചോദിച്ചതിന് ശേഷം ആണ് ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ചെവിയിൽ നിന്ന് വിരലെടുത്തത് എന്ന് പഠിച്ചതായിട്ട് ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും ഗൗരവമായി കണ്ടിരുന്നതിന് സിനിമയും അതുപോലത്തെ അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ വളരെ ലഘുവായി അവതരിപ്പിച്ചുകൊണ്ട്, അത് മാത്രമല്ല ആരെല്ലാം സ്വർഗത്തിൽ ആരെല്ലാം നരകത്തിൽ എന്ന ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും, അതല്ല എൻ്റെ ഉദ്ദേശവും. എന്നിട്ട് അത്തരം ആളുകൾക്കൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടുള്ള ഈ ഒരു പ്രഭാഷണം, ഇതിനി നൗഷാദ് കിതാബോതോ ഇതിനകത്തോതോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് 10 കിതാബ് വായിക്കുമോ? അറിയാൻ താല്പര്യമുണ്ട് കുറുവട്ടൂരികളെ. നിങ്ങളിതിന് ഹദീസോതോ ആയത്തോതോ? കള്ളുകൂടി ഹറാമാണ്. ഒരാൾ കള്ളു കുടിച്ചാൽ അയാൾക്ക് 40 അടിയാണ് ശിക്ഷ, നമുക്കറിയാം. അതേ സ്ഥാനത്ത് കള്ളൊന്നും കുടിക്കാത്ത ഒരാൾ തന്നെ കള്ളുകൂടി ഹലാലാണെന്ന് പറഞ്ഞാലോ? നിസ്കാരം ഒഴിവാക്കിയവന് ശിക്ഷയുണ്ട്, 2 രൂപത്തിലുള്ള ശിക്ഷ ഉണ്ടല്ലോ. നിസ്കാരം അടിയായിട്ട് പ്രവൃത്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള നിസ്കാരത്തിന് അഖിലായ നിർബന്ധമായ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ, അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അയാളെ കൊല്ലണമെന്നാണല്ലോ ഇസ്ലാമിൻ്റെ വിധി. അതിനർത്ഥം അത് എല്ലായിടത്തും ചെയ്യണമെന്നല്ല, അത് അതിൻ്റെ ബന്ധപ്പെട്ടോൾ ചെയ്തോളൂ, അതല്ല അവിടെ വിഷയം.
എന്നാൽ 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരാൾ തന്നെ ഇതൊന്നും ഒരു എക്സസൈസാണ്, ഇതൊന്നും നിർബന്ധമില്ല എന്ന് നിസ്കാരത്തിന്റെ ആ നിർബന്ധത്തെ ഒരാൾ നിഷേധിച്ചാൽ എന്താണ് അയാളുടെ ഹുക്മ്? ഇവിടെ പറയുന്നത് കണ്ടോ, ഇതൊന്നും ഹറാമല്ല, ഇതൊന്നും സ്വർഗത്തിലേക്ക് പോകുന്നതിനെ തടയുന്നതല്ല എന്ന് പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ, ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തെ ഇത്രയും ലാഘവത്തോടെ അവതരിപ്പിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇരുന്ന് അതിനൊക്കെ ശരിയിട്ടെടുക്കുകയല്ലേ കുറുവട്ടൂരികളെ നിങ്ങൾ ചെയ്യുന്നത്? ഇനി ഇതിന് നിങ്ങൾ എന്താ തോന്നും, ഏതാ ഹദീസ് ഓതുങ്ങൾ? ഏതായാലും സമുദായത്തെ, ഈ പ്രസ്ഥാനത്തെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഇവരിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രസ്ഥാനത്തെ ഇവരിൽ നിന്ന് അള്ളാഹു ശുദ്ധീകരിച്ച് തന്നതിന് വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഗാനമേളയും സിംഗാരമേളയും അങ്ങനത്തെ ഒക്കെ നടത്താനേ അതിന്റെ പാരമ്പര്യം എവിടുന്ന കിട്ടിയതും കൂടി നമുക്ക് മനസ്സിലായി. ഞാനിങ്ങനെ വിചാരിച്ചത് മഹാന്മാരിൽ നിന്ന് കിട്ടിയതാണ്, പാരമ്പര്യമായിട്ട് മഹാന്മാരിൽ നിന്ന് പഠിച്ചതാണ്. അങ്ങനെ സൂഫി സംഗീതമൊക്കെ ആകുമ്പം മഹാന്മാരായ സൂഫിയാക്കളിൽ നിന്ന് പകർന്നു കിട്ടണ്ടേ? അങ്ങനല്ലേ, മുൻഗാമികളിൽ നിന്ന് പകർന്നു കിട്ടണം. പക്ഷെ വട്ടൂരിയാക്ക് കിട്ടിയതോ മഹാനായ ഷെയ്ഖ് ബാബുരാജിൽ നിന്നാണ് അത് കിട്ടിയത്. പിന്നെ സിനിമയിൽ നിന്നും അതേപോലെ നാടകത്തിൽ നിന്നൊക്കെയാണ് പാരമ്പര്യം. ഇതിൽ അടിത്തറ പോയി കിടക്കണം അവിടെയാണ്. അത് പറഞ്ഞു നന്നായി. അല്ലാതെ ഏതെങ്കിലും സൂഫിയാക്കളിൽ നിന്നോ മഹാന്മാരിൽ നിന്നോ പകർന്നു കിട്ടിയതല്ല, മറിച്ച് ഈ സിനിമയിൽ നിന്നും നാടകത്തിൽ നിന്നും അതിന് കടമെടുത്തിട്ടാണ് ഇപ്പം വട്ടൂരികൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പാരമ്പര്യം നിങ്ങൾ സനത് പോകുമ്പോൾ പറഞ്ഞല്ലോ അവിടുന്ന് കിട്ടിയതാന്നല്ലേ, അവിടുന്ന് കിട്ടിയതാണ് ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മഹാന്മാരിൽ നിന്ന് കിട്ടിയതല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ മഹാന്മാരായ അള്ളാന്റെ ഔലിയാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഓല എന്നെ പഠിപ്പിച്ചത്, ഓലത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്ന് പറയാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അത് നാടകത്തിൽ നിന്നും സിനിമയിൽ നിന്നൊക്കെ കടമെടുത്തിക്കാണ്ട് വീണ്ടും മുസ്ലിം സമുദായത്തെ അതിലേക്ക് തന്നെ കൊണ്ടുപോവുക. എങ്ങനെ ഉണ്ടാവും? നല്ല സൂഫി സംഗീത. ആരാ ഈ സാധനം, ഏതാ ഇത് മുതല്, എന്തൊക്കെയാള് പറഞ്ഞു കൂട്ടിയത്? ഒരു 2-3 നമുക്ക് എടുക്കുക, കേട്ടോളൂ അയാൾ പറയുന്നത്. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇല്ലാന്നാരെങ്കിലും പറയട്ടെ, ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ഹറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. പോയർത്തോൾ സിനിമയിൽ അഭിനയിച്ച മുഹമ്മദ് റാബി ഇപ്പോൾ സ്വർഗത്തിലുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആരാ ഈ സാധനം, ഏതാ ഇത് മുതല്, എന്തൊക്കെയാള് പറഞ്ഞു കൂട്ടിയത്? എന്തൊരു വാക്കാണ് ആ പറഞ്ഞത്. ഈ പറഞ്ഞതാരാ? ഇപ്പൊ ഈ ശബ്ദം കേട്ടതാരാ? ശബ്ദം നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞു. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ.